ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ, ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, നിൻ ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന വിഷയം വചനം വിതയ്ക്കുന്ന ദിവ്യകാരുണ്യ ഈശോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ വിതക്കാരൻ്റെ ഉപമ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് തന്നെ ഈശോ ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവരൊരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈശോ ഉപമകൾ വഴി പറയുക? ഈശോ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ ജീവിച്ചിരുന്നപ്പോൾ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവൻ ദൈവമാണെന്നോ ദൈവത്തിൻ്റെ പുത്രനാണെന്നോ ഒന്നും അംഗീകരിക്കാതെ കാപ്പട്യം കൊണ്ട്, ഹൃദയ കാഠിന്യം കൊണ്ട് ദൈവത്തിൻ്റെ മകനെ അംഗീകരിക്കാതിരുന്ന ആ സമൂഹത്തോട് ദൈവം കാണിക്കുന്ന കരുണയുടെ പ്രതിഫലമാണ് ഉപമകൾ. കാരണം ആദ്യം അവരെ ദൈവവചനം കേട്ടപ്പോൾ നിരസിച്ചു. ആ നിരസിച്ച് അവർക്ക് വീണ്ടും ഈശോ അവസരം കൊടുക്കുകയാണ്. ഒരു കാലത്ത് അവർ ഈ ഉപമകളിലൂടെ പറയുന്ന കാര്യങ്ങൾ ധ്യാനിച്ച് ആ ധ്യാനാത്മകമായ ചിന്തകളിലൂടെ പുതിയ വ്യക്തികളായി മാറിക്കൊള്ളും. തന്നെ ഉപേക്ഷിച്ചവരോടോ, തന്നെ നിഷേധിച്ചവരോടോ, തന്നെ സ്വീകരിക്കാത്തവരോടോ ഈശോയ്ക്ക് യാതൊരു പിണക്കവുമില്ല. അപ്പോൾ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ എന്നെങ്കിലും താൻ പറഞ്ഞ ഉപമകൾ വായിച്ച് ധ്യാനിച്ച് തങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരം വരുത്തി ദൈവത്തിൻ്റെ പുത്രൻ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗരാജ്യം ആ മക്കൾ സ്വന്തമാക്കിക്കൊള്ളും എന്ന വിശ്വാസം കൊണ്ടാണ് നഷ്ടധൈര്യനാകാതെ, ഉപേക്ഷിക്കാതെ ആ മക്കളോട് ദൈവത്തിൻ്റെ പുത്രൻ കരുണ കാണിച്ച് ഉപമകളിലൂടെ സംസാരിക്കുക. ഉപമ കാരുണ്യത്തിനൊരു വശമാണ്. എന്നെങ്കിലും ഒരു മാനസാന്തരം അവർക്കുണ്ടാകും പിന്നീട് ചിന്തിക്കുമ്പോൾ. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. തുടർന്ന് അവൻ പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വിതക്കാരൻ ഈശോ തന്നെയാണ്. എന്തുകൊണ്ട് ദൈവപുത്രനായ ഈശോ മിശിഹ അറിയാമായിരുന്നിട്ടും
ഫലം പുറപ്പെടുവിക്കാത്ത 3 സ്ഥലത്ത് കൊണ്ടുപോയി വിതച്ചു. വഴിയരികിൽ വിതച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഇല്ലാതാകും, ചവിട്ടി മെതിക്കപ്പെടും, അല്ലെങ്കിൽ കാക്കകൾ ഒന്ന് കുത്തിക്കൊണ്ടു പോകും എന്നറിയാവുന്ന ഈശോ വഴിയരികിൽ വിതയ്ക്കുന്നു. അവിടത്തേക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പാറമേൽ അല്ലെങ്കിൽ മണ്ണധികമില്ലാത്ത സ്ഥലത്ത് വിതച്ചാൽ അവയൊരിക്കലും ഫലം ചൂടുകയില്ലെന്ന് അവിടത്തേക്ക് അറിയാം. എങ്കിലും അവിടുന്ന് ഈ പാറപ്പുറത്തും മണ്ണധികമില്ലാത്ത സ്ഥലത്തും വിതയ്ക്കുന്നു ദൈവത്തിൻ്റെ വചനം. തുടർന്ന് അവിടുന്ന് വിതച്ച വചനം മുൾച്ചെടികൾക്കിടയിലായതും നമുക്കറിയാം ഫലം ചെയ്യത്തില്ല. മുൾച്ചെടികൾ വളർന്ന് അതിനെ കീഴടക്കും, അതിന് ഫലം പുറപ്പെടുവിക്കാനാവില്ല. എന്തുകൊണ്ട് ഫലം നൽകാത്ത ഈ 3 സ്ഥലത്ത് ഈശോ തൻ്റെ ദൈവവചനമാകുന്ന വിത്ത് വിതച്ചു? ഉത്തരം ഒന്നേയുള്ളൂ, ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല, എല്ലാവരെയും തേടി വരുന്നവനാണ്. നമ്മളൊരുപക്ഷെ ചിന്തിക്കും, ദൈവികാരുണ്യത്തിൻ്റെ ശക്തി അറിയാവുന്ന മക്കൾ പോലും അവസരത്തിനൊത്തുയരുന്നില്ല, പലപ്പോഴും ദൈവികാരുണ്യത്തിലേക്ക് വരാൻ സമയമില്ല, ജീവിതത്തിൽ തിരക്കോട് തിരക്ക്. അങ്ങനെയുള്ളവരെയും അവൻ ഉപേക്ഷിക്കുന്നില്ല. ഒരിക്കൽ നന്മ പുറപ്പെടുവിക്കുമെന്നും ഒരിക്കൽ മാനസാന്തരത്തിലേക്ക് വരുമെന്നും അവർ വ്യത്യാസപ്പെട്ട് തൻ്റെ സ്വർഗരാജ്യം അവകാശമാക്കുമെന്നുമുള്ള പ്രത്യാശയോടെയാണ് ഈ ദൈവത്തിൻ്റെ പുത്രൻ വചനം വിതയ്ക്കുക. ഒപ്പം വചനപ്രഘോഷകർക്കും അവനൊരു താക്കീത് നൽകുകയാണ്. ഇങ്ങനെ ഫലം നൽകാൻ സാധ്യതയില്ല എന്നുള്ള 3 സ്ഥലത്ത് വചനം വിതച്ചപ്പോൾ നിങ്ങളും എൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അതൊരു പക്ഷേ ആദ്യം കുറേ മക്കൾ സ്വീകരിച്ചില്ലെന്ന് വരും, എതിർപ്പുകൾ ഉണ്ടാകും, തകർച്ചകളുണ്ടാകും, കുറ്റപ്പെടുത്തലുകളുണ്ടാകും, ഒറ്റപ്പെടുത്തലുകളുണ്ടാകും. എങ്കിൽ നിങ്ങൾ നഷ്ടധൈര്യരാകരുത്. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ ഈശോ മിശിഹ, ദൈവത്തിൻ്റെ വചനം ഈ എല്ലാ മേഖലകളിലും വിതച്ചവനാണ്. ഫലം നൽകുന്ന, അല്ലെങ്കിൽ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലങ്ങൾ നൽകുന്ന സ്ഥലത്ത് മാത്രമല്ല ഞാൻ വചനം വിതച്ചത്. ഇന്നും ചിലരെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമല്ലേ, ഈ പള്ളിയിൽ പോയിട്ട് എന്നായി കിട്ടുന്നത്? പള്ളിയിൽ പോയവർ വല്ലതും മാനസാന്തരപ്പെടുന്നുണ്ടോ? അവർക്ക് വല്ലതും മാറ്റമുണ്ടോ? നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം, പള്ളിയിൽ പോകുന്നവരും പോകാത്തവരും തമ്മിൽ? ഈ ചോദ്യത്തിന് ഈശോയുടെ ഈ തിരുവചനം സ്നേഹപൂർവ്വം ഉത്തരം നൽകുന്നു. അവിടുന്ന് വന്നത് പാപികളെ മാനസാന്തരത്തിലേക്ക്, വ്യത്യാസത്തിലേക്ക്, പരിവർത്തനത്തിലേക്ക് വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടുന്ന് ഇത് തന്നെ കൃത്യമായും വചനത്തിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഉപമയിലൂടെ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമുള്ള 21-ാം അധ്യായത്തിൽ 28 മുതലുള്ള 2 പുത്രന്മാരുടെ ഉപമ. അത് നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ തിരുവചനം വെച്ച് ദൈവികാരുണ്യമാകുന്ന ഈശോ വചനം വിതയ്ക്കുമ്പോൾ പെട്ടെന്ന് ഫലമുണ്ടായി എന്ന് വരത്തില്ല, എല്ലാവരിലും ഫലമുണ്ടായി എന്ന് വരത്തില്ല. പക്ഷേ മാനസാന്തരപ്പെടുന്നവരിൽ ഫലമുണ്ടാകും. തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. അവിടുന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്നവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് എന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? ആദ്യത്തിനോട് പോകാമെന്ന് പറഞ്ഞു, പക്ഷെ പോയില്ല. രണ്ടാമത്തവൻ മനസ്സില്ല എന്ന് പറഞ്ഞു, പക്ഷേ അവൻ പിന്നീട് മാനസാന്തരപ്പെട്ട് അവൻ പോയി. ഈശോ ചോദിച്ച് 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നെ ഒത്തിരി വ്യക്തിപരമായിട്ട് സ്വാധീനിച്ച ഒരു തിരുവചനമാണ്. വചനപ്രഘോഷണ അവസരത്തിലും ധ്യാന അവസരത്തിലുമൊക്കെ പാപികളുടെ മാനസാന്തരത്തിനായിട്ടും പാപികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനായിട്ടും ഞാൻ ഉദ്ധരിക്കുന്ന വലിയ ഒരു തിരുവചനമാണിത്. എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ച തിരുവചനം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31-ാം തിരുവചനം. വചനം പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും
നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനെ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. 21-32 തിരുവചനത്തിലാണ് ഇങ്ങനെ ഈശോ പറയുക. വേദനയോടുകൂടിയാണ് ഈശോ പറയുക. അപ്പോൾ എന്താണ് സ്വർഗരാജ്യം പ്രാപിക്കുവാൻ അടിസ്ഥാനപരമായിട്ട് വേണ്ടിയത്? അത് മാനസാന്തരമാണ്, പുതിയ ജീവിതമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവം വെച്ച് പറയുമ്പോൾ മാനസാന്തരം യഥാർത്ഥത്തിൽ സംഭവിക്കുക ദിവ്യകാരുണ്യ നാഥൻ്റെ അടുക്കൽ വന്ന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരിലാണ്. ഞാനൊരു ഉദാഹരണം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒരു മകൻ എഴുതിയിരിക്കുകയാണ്, ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് മുൻപോട്ട് പോയിരുന്ന ഞാൻ അച്ഛൻ്റെ വചനപ്രഘോഷണം കേൾക്കുവാനായിട്ടിടയായപ്പോൾ തുടർന്നുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് ഈശോയുടെ മുമ്പിൽ ഇരിക്കുവാൻ തീരുമാനമെടുത്തു. അതിൽ പിന്നെ ഞാൻ ഏതെല്ലാം പാപത്തിൻ്റെ കെട്ടുകളിലും ബന്ധനങ്ങളിലും ആയിരുന്നോ അതിൽ നിന്നെല്ലാം പടിപടിയായി എനിക്ക് മോചനം ലഭിച്ചു തുടങ്ങി. 3 വർഷത്തിലധികം അടുപ്പിച്ച് ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് ശുശ്രൂഷകളിൽ സംബന്ധിച്ചതിൻ്റെ ഫലമായി ഇന്ന് ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന ഒരു പ്രഘോഷകനായി മാറുവാൻ ഈശോ എന്നെ അനുവദിച്ചു. സ്നേഹമുള്ളവരെ, കർത്താവ് തിരഞ്ഞെടുക്കുക പാപികളെയാണ്, മാനസാന്തരപ്പെടാൻ തയ്യാറുള്ള പാപികളെ. അവിടുന്ന് പറഞ്ഞല്ലോ, നീതിമാന്മാരെ അല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ വചനം കേൾക്കുന്നവരോട് പറയുന്നത് ഇതാണ്: നമ്മൾ ആരും പൂർണ്ണരല്ല, കുറവുകൾ നമുക്കൊക്കെ ഉണ്ട്. ഈ കുറവുകൾ തിരിച്ചറിയണമെങ്കിലും കുറവുകൾ മനസ്സിലാക്കി മാനസാന്തരത്തിന് ഫലം പുറപ്പെടുവിക്കണമെങ്കിലും ഏക മാർഗം പരിശുദ്ധ കുർബാനയും കുർബാനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു സമയങ്ങളിൽ എഴുന്നള്ളിച്ച് വെക്കുന്ന ദിവ്യകാരുണ്യവുമാണ്. എൻ്റെ ജീവിതവും ദൈവം മാറ്റിമറിച്ചത് ഈ വ്യത്യാസത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനും വായിക്കുവാനും അതിൻ്റെ പൊരുളുകളും ഉൾപ്പൊരുളുകളും മനസ്സിലാക്കുവാനും ഈശോയോടൊത്തുള്ള സഹവാസമാണ് എന്നെ സഹായിച്ചത് എന്ന് ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ എനിക്ക് മടിയില്ല. നമുക്കറിയാം, ഈശോ ജീവിക്കുന്നു ദിവ്യകാരുണ്യമായി. ദിവ്യകാരുണ്യ ഈശോ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ലോകമെങ്ങുമുള്ള മക്കളിൽ വിതയ്ക്കുന്നു, തൻ്റെ സാന്നിധ്യം വിതറിക്കൊണ്ട്. യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണല്ലോ അവൻ്റെ വാഗ്ദാനം. അങ്ങനെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യം സക്രാരികളിൽ എഴുന്നള്ളിയിരിക്കുക. അപ്പോൾ ദിവ്യകാരുണ്യം അതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന മക്കളിൽ മാനസാന്തരത്തിന് ഫലങ്ങൾ പെട്ടെന്നുണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിൽ തകർന്നു, ഒന്നുമില്ല, ഒത്തിരി പാപം ചെയ്ത് മുമ്പോട്ട് പോകുന്നു എന്ന് കണക്ക് കൂട്ടുന്ന എല്ലാ മക്കളും ഈ അനുഭവം പാഠമാക്കണം. കാരണം അവിടുന്ന് അവരെ ഹൃദയത്തിൽ മാടി വിളിക്കുന്നു, തൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്താണ് നമുക്കുള്ളത് അവിടുന്ന് തന്നതല്ലാതെ, ദാനമായിട്ട് തന്നതല്ലാതെ ഒന്നും നമുക്കില്ല മക്കളെ. അതുകൊണ്ട് നമ്മൾ ഹൃദയമായി ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹൃദയം തുറന്ന് ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുവാൻ ദിവ്യകാരുണ്യനാഥൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാമായി, എല്ലാത്തിനും ഉത്തരമായി, എല്ലാത്തിനും പൂർണ്ണതയായി. എന്തുകൊണ്ടാണ് ഈ ചുങ്കക്കാരും വേശ്യകളും അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടാത്തവരുമൊക്കെ പെട്ടെന്ന് മാറുക? അവർ ഹൃദയം കഠിനമാക്കുന്നില്ല. യഹൂദന്മാർക്ക് മാറാൻ പറ്റാത്തതിൻ്റെ കാരണവും അവർ ഹൃദയം കഠിനമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ദിവ്യകാരുണ്യ നാഥനായ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതിനായി മനസ്സ് വയ്ക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹൃദയം കഠിനമാക്കരുത്. ഹൃദയം കഠിനമാക്കിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കില്ല. ഹൃദയം കഠിനമാക്കിയാൽ പരിവർത്തനം ഉണ്ടാവില്ല. ഹൃദയം കഠിനമാക്കിയാൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയില്ല.
അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കണം, കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവ് വാഗ്ദാനം ചെയ്ത സ്വർഗരാജ്യം സ്വന്തമാക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തത് ആരെയാണ്? ചുങ്കക്കാരും വേശ്യകളും, സമൂഹത്തിന് വേണ്ടാത്തവർ, സമൂഹം മാറ്റി നിർത്തുന്നവർ, സമൂഹം കൊള്ളരുത് ഇല്ല എന്ന് കരുതുന്നവർ. നമ്മളും ഒരു കാലത്ത് ഇതുപോലുള്ള കുറവുകളിലൂടെ കടന്നുപോയവരാണ്. നമ്മളെയും തേടി അവൻ വചനം വിതച്ചു, ദൈവികാരുണ്യമാകുന്ന ദൈവത്തിൻ്റെ വചനം. ആ ദൈവികാരുണ്യമാകുന്ന ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ ഒരു മാനസാന്തരത്തിൻ്റെ ഫലം, ഒരു പരിവർത്തനത്തിൻ്റെ ഫലം ഉണ്ടായാൽ നമ്മുടെ ജീവിതം വിജയിച്ചു. കാരണം അവൻ പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുവാനാണ് വന്നത്. ഞാൻ വന്നത് പാപികളെ തേടിയാണ്. യേശു തന്നെ പറഞ്ഞല്ലോ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ദൈവികാരുണ്യ ഈശോ നമുക്കെല്ലാവർക്കും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ നൽകും. നമ്മൾ ഈശോയിൽ വിശ്വസിച്ചാൽ. ജീവിതത്തിൽ വിശുദ്ധിയുടെ പാതയിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളും ഈ ദൈവികാരുണ്യ നാഥൻ്റെ തൃപ്പാദത്തെങ്കിൽ തിരുസന്നിധിയിൽ മുട്ടുകൾ മടക്കി വിശുദ്ധിയുടെ പദവിയിലേക്ക് അധ്വാനിച്ച് പരിശ്രമിച്ച് കടന്നു വന്നവരാണ്. അപ്പം നമ്മളും ദൈവത്തിൻ്റെ സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മടി കൂടാതെ കടന്നു വരണം ഈശോയുടെ സന്നിധിയിലേക്ക്. എന്തൊരു അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ ലഭ്യമാകുമെന്നോ. വിശ്വസിച്ചാൽ തുടർന്ന് വരുന്ന ദൈവികാരുണ്യ ആരാധനയിൽ അവൻ തൻ്റെ പരിശുദ്ധമായ വലതുകരം നീട്ടി നമ്മളെ ആശീർവദിച്ച് തൊട്ട് സുഖപ്പെടുത്തും. വിശ്വസിക്കണം, ഹൃദയത്തിൽ വിശ്വസിക്കണം, അവനെ കണ്ട് ആരാധിക്കണം, അവന് മഹത്വം കൊടുക്കണം. ദൈവികാരുണ്യ ഈശോ സൗഖ്യമായി നമ്മളിലേക്ക് ഈ നിമിഷം, ഈ ആരാധനയുടെ സമയത്ത് കടന്നു വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുഞ്ഞാളേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുന്ന ദൈവികാരുണ്യ ഈശോയെ, ലോകമെങ്ങുമുള്ള മക്കളോട് ചേർന്ന് ഒന്നുചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ വചനമാകുന്ന വിത്ത് മനുഷ്യഹൃദയങ്ങളിൽ പൊട്ടിവിടർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലങ്ങളുളവാകണം. ലോകമെങ്ങുമുള്ള ആരാധന വൃന്ദങ്ങളിൽ അങ്ങയുടെ ദൈവിക ശക്തി പ്രകടമാകണം. വിശ്വസിക്കുന്ന മക്കൾക്ക് ഈ നിമിഷം അനുഗ്രഹത്തിന് കാരണമാകണം. വചനം ദൈവത്തിൻ്റെ ശക്തിയാണല്ലോ. വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണല്ലോ. വചനമാകുന്ന ശക്തി, പരിശുദ്ധാത്മാവാകുന്ന ശക്തി, തിരുവചനമാകുന്ന ക്രിസ്തു നമ്മളിൽ സംജാതമാകട്ടെ. നമ്മളിൽ പരിവർത്തനത്തിന് വിത്ത് വിതയ്ക്കട്ടെ. മാനസാന്തരത്തിന് ഫലങ്ങൾ നമ്മളിൽ ഉളവാക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന 100 കണക്കിന് ദൈവമക്കൾ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ രൂപപ്പെട്ടു വരട്ടെ. ഇരുളകറ്റിയിടും വെളിച്ചം, മുറിവുണക്കിയിടും തൈലം, സുവിശേഷമാകുന്ന ദാനം,
ലോകത്തിനേകുവാൻ പോകാം. ആ ആ ആ തിരുവചനത്തിൻ്റെ സന്ദേശവാഹകരായി നൂറുകണക്കിന് മക്കളെ ഈ ആരാധനാ ശുശ്രൂഷയിലൂടെ ദൈവം ഉയർത്തട്ടെ, വളർത്തട്ടെ, വിശുദ്ധീകരിക്കട്ടെ, ദൗത്യങ്ങൾ ഏൽപ്പിക്കട്ടെ. അങ്ങനെ ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തുവിന് വേണ്ടി വചനം വിളമ്പുന്ന, വചനം പങ്കുവയ്ക്കുന്ന, വചനത്തിന് സാക്ഷികളാകുന്ന നൂറുകണക്കിന് വിശുദ്ധാത്മാക്കൾ ഈ ആരാധനയുടെ ആശീർവാദത്തിലൂടെ രൂപപ്പെട്ടു വരട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാവായി തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളെ മർദ്ദനം അനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപത അധ്യക്ഷന്മാർ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ മനുഷ്യരോട് ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാർണികനായ കർത്താവേ, ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, കാരുണ്യപൂർവ്വം ഞങ്ങളെ ആശീർവദിക്കണമേ. സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകുമൊരപ്പം നീ, മത്തിലുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമം നീ, നിത്യമഹോന്നതമം നീ, നിത്യമഹോന്നതമം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്വർഗീയ പാതയമായ നഗരാനിൽ തിരുവോസ്തിയായി വന്നു നീ, സ്വർഗീയ പാതയമായ നഗരാനിൽ തിരുവോസ്തിയായി വന്നു നീ. നിരന്തരമെൻ്റെ